Dear learners, Almighty God may bless you. I welcome you to my 40th episode of my English classroom. You have to understand that English is very important. It is the undercurrents of all education, all knowledge. For science, we want English. For humanities, we want English. For commerce, in each and every section of our life, we want English. That is why we want correct knowledge in English, to speak English, to write English, to learn English, for each and everything. In our day-to-day life, our society, our students, we have to know English, we have to speak English. For speaking English, we want the law and the constitution of the sentence in English. Most of the persons, they are working in different field. They have the problem to speak English. That is why I would like to go through the very inner and complicated parts of English, the simple parts of English. That is why now I am explaining, now I am describing the different section of the adjectives in English and the elements concerned with the adjective of English. ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് കടന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊക്കെ നിസ്സാരമല്ലേ. ചിലരിത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അത് ഇംഗ്ലീഷിൻ്റെ നിയമങ്ങൾ, ആ നിയമങ്ങളെക്കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ചിന്തിക്കുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വി വാണ്ട് ദ ലോസ്, ലാംഗ്വേജ് എലിമെൻറ്റ്സ്. ദെൻ വിത്ത് ലേണിംഗ്, വിത്ത് ടീച്ചിങ് ദിസ് language elements and the laws, we have to understand the examples. I say this, what is the reason that before my episodes 5 or 6 episode, I have written, explained the different words, the usages in English. But most of my learners, they didn't give more importance for these usages. ഈ പ്രയോഗങ്ങളിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഈ ലാംഗ്വേജ് റൂൾസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഞാനിവിടെ വിശദീകരിക്കുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞ് ശീലിക്കുക. നിയമങ്ങൾ അറിഞ്ഞാൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണമെന്നില്ല. അത് സംസാരിക്കണമെങ്കിൽ എന്താണ്? അതിൻ്റെ ആപ്റ്റ് സെൻറ്റൻസ്, വി ഹാവ് ടു യൂസ് ദ ആപ്റ്റ് ആൻഡ് കറക്റ്റ് സെൻറ്റൻസസ്. വി ഹാവ് ടു ഹിയർ, വി ഹാവ് ടു ഒബ്സർവ്, we have to see, we have to say, we have to repeat all these sentences. ഈ സെൻറ്റൻസുകളൊക്കെ അറിയാം. Today I would like to explain the irregular, comparative and superlative. Irregular, ചിലപ്പോൾ നമുക്കാണെങ്കിൽ നമ്മളത് വിശദീകരിക്കുന്ന പതിവിന് വിപരീതമായിട്ടുള്ള രീതിയിൽ വരും. അപ്പം നമ്മൾ ഇതെല്ലാം ദീസ് ആർ പോസിറ്റീവ്സ്. ഈ പോസിറ്റീവിനെ നമ്മൾ സൂപ്പർലെറ്റീവ്, കമ്പാരറ്റീവ് ആക്കി മാറ്റുന്ന സമയത്ത് മുൻകഴിഞ്ഞ സമയത്ത് നമ്മൾ വിശദീകരിച്ചിട്ടില്ലാത്ത ചില മാറ്റങ്ങൾ ഇവിടെ കമ്പാരറ്റീവിലും സൂപ്പർലെറ്റീവിലും വരും. അതാണ് ഇറഗുലർ, റെഗുലർ അല്ല. അപ്പോൾ ഇറഗുലർ, കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലെറ്റീവ് ആണ് ഈ 40ാമത്തെ എപ്പിസോഡിൽ ഞാൻ വിശദീകരിക്കും. ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ സിമ്പിളാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തരും. ബ്രേവ്, ഈ ബ്രേവ് എന്നുള്ള വാക്കിൽ അവസാനം ഇ വന്നിട്ടുണ്ട്. ദർ ഈസ് ദ ഇ അറ്റ് ദ ആഡ്ജക്റ്റീവ്സ് ഇൻ വിച്ച് ദർ ഈസ് ദ ഇ അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് ആഡ്ജക്റ്റീവ്. ഹൗ ക്യാൻ വി ചേഞ്ച് ദിസ് ആഡ്ജക്റ്റീവ് ഇൻസ് ടു കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്? നോക്കുക. ബ്രേവ്, ഇവിടെ ഈ ധൈര്യമുള്ളതാണ്. ബ്രേവർ, ഇവിടെ പിന്നെ എന്ത് ചെയ്യണം? ER കൂട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ, വെറും 6 കൂട്ടിയാൽ മതി, ബ്രേവർ. അതേപോലെ ഇവിടെ ബ്രേവസ്റ്റ് എന്ന് ST കൂട്ടിയാൽ മതി. ഇവിടെ ഒരു 6 മതി, ST മതി. ഇത് പ്രത്യേകം. പിന്നെ അല്ലാതെ അവിടെ ബ്രേവീർ എന്നൊന്നും വേണ്ട. അതേപോലെ ബ്രേവീസ്റ്റ് എന്ന് വേണ്ട.
നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഉദാഹരണ സഹിത വാക്ക് വി ഹാവ് ടു യൂസ് ദിസ് വേർഡ്, ദിസ് ആഡ്ജക്റ്റീവ് ഇൻ എ സെൻറ്റൻസ്, ദിസ് കമ്പാരിറ്റീവ് ഇൻ എ സെൻറ്റൻസ്, ദിസ് സൂപ്പർലേറ്റീവ് ഇൻ എ സെൻറ്റൻസ്. ഹിസ് ബ്രേവ്, ഹിസ് ബ്രേവർ ദാൻ ഹിസ് ബ്രദർ. ബ്രേവർ ധൈര്യമുള്ളയാളാണ്, സഹോദരനേക്കാൾ ധൈര്യമുള്ളവർ. ഹിസ് ദ ബ്രേവസ്റ്റ് മാൻ ഇൻ ദാറ്റ് ഫാമിലി. ഹിസ് ദ ബ്രേവസ്റ്റ് മാൻ. ഈ 3 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ നല്ല ഇഷ്ടമുണ്ട്. ഈ നിയമങ്ങളും അറിയും, വാക്കുകളും അറിയും. പക്ഷെ അത് പറഞ്ഞ് ശീലിക്കണം. ദാറ്റ് ഈസ് ദ എക്സ്പീരിയൻസ്. ഓരോ ഉദാഹരണവും ഞാൻ പറയുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അത് പ്രയോഗിച്ച് പഠിക്കുക. 5. This pen is fine. This pen is fine. The fine pen. It is finer. ഇവിടെ നമ്മൾ എന്താണ് ER ഉപയോഗിച്ചു. R മതി ഇവിടെ. കാരണം ഇവിടെ ഈ അവസാനത്തിൽ നിന്നുണ്ട് ഉണ്ട്. ഫൈനർ, അത് നല്ലതാണ്. ഇറ്റ് ഈസ് ഫൈനർ ദാൻ മാർക്കർ. മാർക്കർ പെന്നിനേക്കാൾ നല്ലതാണ്. ദിസ് ഈസ് ദ ഫൈനസ്റ്റ്. ഈ ST മതി. ഫൈനസ്റ്റ്. അതേപോലെ വൈറ്റ് വെളുത്തത് എന്നാണ്. ഇറ്റ് ഈസ് വൈറ്റ്. ഇറ്റ് ഈസ് വൈറ്റർ ദാൻ വാട്ടർ. ഇറ്റ് ഈസ് വൈറ്റർ. R മതി വേണ്ട. വൈറ്റർ ദാൻ. അതുപോലെ ST മതി. വൈറ്റസ്റ്റ്. ഇറ്റ് ഈസ് വൈറ്റ്. ഇറ്റ് ഈസ് ദ വൈറ്റസ്റ്റ്. ഹിസ് ദ വൈറ്റസ്റ്റ് മാൻ ഇൻ ദാറ്റ് സൊസൈറ്റി. ഏറ്റവും വെളുത്ത മനുഷ്യൻ. ലാർജ് ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ R മതി. ഇവിടെ ST മതി. ഇവിടെ ലാർജീർന്ന് ഒന്നും വേണ്ട. അതേപോലെ ലാർജസ്റ്റ്. സഹാറ ഇസ് ലാർജ് ഡെസേർട്ട്. സഹാറ ഇസ് ലാർജർ ദാൻ താർ. സഹാറ ഇസ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ലാർജസ്റ്റ്. ഉദാഹരണങ്ങൾ പഠിക്കണം. ഏബിൾ. ഐ ആം ഏബിൾ. ഞാൻ കഴിവുള്ളയാളാണ്. ഐ ആം ഏബിളർ. ഇവിടെ എന്താണ് R മതി. ഏബിളർ ദാൻ ഹിം. അദ്ദേഹത്തെക്കാൾ കഴിവുള്ളവരാണ്. ഐ ആം ദ ഏബിളസ്റ്റ്. ST മതി. ഐ ആം ദ ഏബിളസ്റ്റ്. ഇറഗുലർ കമ്പാരിറ്റീവ് ആൻഡ് ആഡ്ജക്റ്റീവ്. ദിസ് ഈസ് സിമ്പിൾ. But we have to know, we have to go each and every part of noble. That was a noble action. That was a noble action. This sentence, can I speak? Can you speak? Can he speak? അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്. It is a noble action. മഹത്തായ പ്രവർത്തനം. It was nobler. R മതി. It was nobler than previous. It was nobler than previous. ഇത് മുമ്പത്തെ ആക്ഷനേക്കാൾ നല്ലതായിരുന്നു. ST. That was the noblest action in his life. That was the noblest action in his life. ഇവിടെ എന്താണ്? ഇവിടെ കമ്പാരിറ്റീവിൽ പോസിറ്റീവിൽ ഉള്ളത് കൊണ്ട് ഇവിടെ കൂട്ടേണ്ട ആവശ്യമില്ല. വെറും R കൂട്ടിയാൽ മതി. സൂപ്പർലേറ്റീവിൽ ST കൂട്ടിയാൽ മതി എന്നുള്ള നിയമമാണ് നമ്മൾ പഠിക്കുന്നത്. വിത്ത് ദാറ്റ് ലോ we have to know the examples using all this adjective, comparative and superlative noble. Wise. Akbar was a wise king. Akbar was a wise king. He was wiser than his ministers. Here R mati. Wiser than his ministers. He was wiser than his ministers. Wisest. ST mati പിന്നെ V വേണ്ട. He was the wisest king among Mughal emperors. Wisest king among Mughal emperors. Akbar was the wisest king among Mughal emperors.
മുഗൾ ചക്രവർത്തിമാർക്കിടയിൽ ഏറ്റവും ബുദ്ധിമാനായ രാജാവായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇറഗുലറായി വരുന്ന എന്താണ്? ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ എന്താണ്? 6 മതി എന്നുള്ളത്. ഇവിടെ ST മതിയുള്ളത്. ഇനി മറ്റൊരു ഇറഗുലർ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് ദ കീനസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ വി ഹാവ് ടു സ്റ്റഡി, വി ഹാവ് ടു ലേൺ. ഇനി അറ്റ് ദ എൻഡ് ഓഫ് ദ adjective positive there is the why. There is why. In that time, in that opportunity situation, how can we change this positive, this adjective into comparative and superlatives? Happy, സന്തോഷമുള്ള. ഈ സന്തോഷമുള്ള എന്നുള്ളതിന് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, അതിനെ കമ്പാരിറ്റീവ് ഒക്കെ സമയത്ത് വൈ ഒക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഐ കൂട്ടിയിട്ട് ER കൂട്ടുക. കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്, ദാറ്റ് ഡേ വാസ് ഹാപ്പി, ദാറ്റ് ഡേ വാസ് ഹാപ്പി. ആ ദിവസം സന്തോഷമുള്ളതായിരുന്നു. ഹാപ്പി ഡേ, ഇറ്റ് വാസ് എ ഹാപ്പി ഡേ. അതൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. It was happier than Sunday. It was happier than Sunday. ഞായറാഴ്ചത്തേക്കാൾ സന്തോഷമുള്ള ദിവസമായി. ഹാപ്പിയർ. അവിടെ ഹാപ്പർ എന്നോ ഹാപ്പിയർ എന്നോ അല്ല, IER കൂട്ടണം എന്നുള്ള ഈ നിയമമാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഹാപ്പി. According to him, it was the happiest. According to him, it was the happiest. The day of the marriage, according to him, it was the happiest day. Easy. Easy. Why? At the end of the positive, there is the why. Easy. It is very easy. It is a easy task. എളുപ്പമുള്ള സംഗതിയാണ് പ്രവൃത്തി. അവിടെ എന്താണ്? ഈസിയർ ഉപയോഗിക്കണേ. ഈസിയർ, ER ഉപയോഗിക്കും. ഈസിയർ, ഈസിയർ. ഇറ്റ് ഈസ് ഈസിയർ ദാൻ. ദാറ്റ് ടാസ്ക് ഈസ് ഈസിയർ ദാൻ പ്രീവിയസ്. മുമ്പത്തേതിനേക്കാൾ എളുപ്പമുണ്ട്. ദാറ്റ് വാസ് ദ ഈസിയസ്റ്റ് ടാസ്ക്. അക്കോർഡിംഗ് ടു ഹിം, ദാറ്റ് വാസ് ദ ഈസിയസ്റ്റ്, IEST. That was the easiest task. Then you have to understand all this heavy. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇതേപോലെയുള്ള പദങ്ങൾ വൈ വരുന്ന സമയത്ത് in our day-to-day life, in our practical life, we have to change from positive to comparative, from comparative to superlative. How can we change? We have to learn, we have to study, we have to use. Then we can study, learn correct English. Okay? Heavy. Heavy എന്ന് പറഞ്ഞാൽ ഭാരം. That was a heavy load. That was a heavy load. അത് ഒരു നല്ല ഭാരമുള്ള ലോഡായി. It was heavier. It was heavier. കുറെ കൂടി ഭാരമുള്ള ലോഡാണ്. It was heavier than previous. മുമ്പത്തേനേക്കാൾ ഭാരമുള്ള ലോഡായി. Heaviest. Heaviest. It was the heaviest task in his endeavor. Heaviest endeavor in his life. ജീവിതത്തിൽ ഏറ്റവും ഭാരം കൂടിയ ശ്രമമായിരുന്നു. Heaviest. അത് IEST. മെറി. അതിൽ തന്നെ ആഹ്ലാദിക്കുന്ന, സന്തോഷമുള്ള. That was a merry day. That was a merry day during his wedding, in his marriage life. It was a merry day. സന്തോഷമുള്ള ദിവസം. It was merrier than his school life, college life. It was merrier. IER. ഇവിടെ മനസ്സിലായി. IER. 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 It was the merriest day in his life. It was the merriest, ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ ദിവസമായി. Wealthy.
He married from a wealthy family. He married from a wealthy family. ഒരു സമ്പന്നമായ കുടുംബത്തിൽ നിന്നവൻ. That family was wealthier than his. That family was wealthier than his. അവൻ്റെ കുടുംബത്തിനേക്കാൾ സമ്പത്തുള്ള ഫാമിലിയാണ്. They were the wealthiest family in that village. They were the wealthiest family in that. ആ ഗ്രാമത്തിൽ he married from the wealthiest family in that village. ആ ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് സാമ്പത്തികമായി കഴിവുള്ള കുടുംബത്തിൽ. അവിടെ നിയമം എന്താണ്? ഇവിടെയൊക്കെ പോസിറ്റീവിൻ്റെ ശേഷം അവസാനത്തെ വാക്ക് വൈ വന്നു കഴിഞ്ഞാൽ IER എന്ന് കൂട്ടി കൊടുക്കണം. ഇതിന് മുമ്പുള്ള ഈ അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ R കൂട്ടി കൊടുക്കണം, ST കൂട്ടി കൊടുക്കണം. നെക്സ്റ്റ് ഇറഗുലർ, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് പ്രത്യേകമായിട്ട് നോക്കുക. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമുള്ള എന്നാണ് റെഡ്. ഈ ഡി ചില വാക്കുകൾ അവസാനത്തിൽ വന്നാൽ യു ഹാവ് ടു യൂസ് ദ ഡബിൾ ലെറ്റർ ഓഫ് ദാറ്റ് ദ എൻഡിങ് ലെറ്റർ. അത് രണ്ട് ആക്യുമെൻ്റ്. റെഡ്. ഹിബിസ്കസ് ഇസ് റെഡ്. ഹിബിസ്കസ് ഇസ് റെഡ്, ചെമ്പരത്തി ചുവപ്പ്. ഹിബിസ്കസ് ഇസ് റെഡർ ദാൻ റോസ്. റോസിനേക്കാൾ ചുവപ്പാണ് റെഡ്. ഇവിടെ രണ്ട് ഡി. ഹിബിസ്കസ് ഇസ് ദ റെഡസ്റ്റ് ഫ്ലവർ. ഇസ് ദ റെഡസ്റ്റ്, രണ്ട് ഡി വന്നു. റെഡസ്റ്റ് രണ്ടക്ഷരം വന്ന് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. ബിഗ്, വലിയ എന്നാണ്. ഹിബിസ്കസ് ഇസ് ദ റെഡസ്റ്റ് ഫ്ലവർ. ഏറ്റവും ചുവന്ന പുഷ്പമാണ്, പൂവാണ് ചെമ്പരത്തി നമ്മൾ. ഇറ്റ് ഈസ് റെഡർ ദാൻ റോസ്. റോസിനേക്കാൾ ചുവപ്പാണ്. ബിഗ്, വലിയ. എലിഫൻ്റ് ഈസ് ബിഗ്. എലിഫൻ്റ് ഈസ് ബിഗ്ഗർ. രണ്ട് ജീവൻ അവസാനത്തെ അക്ഷരത്തിനെ ഇരട്ടിപ്പിച്ചു. എലിഫൻ്റ് ഈസ് ബിഗ്ഗർ ദാൻ എ ലയൺ. ആ പ്രയോഗം പഠിക്കുക. സെൻറ്റൻസ്. വി വാണ്ട് ദ സെൻറ്റൻസ് ടു സ്പീക്കിംഗ്. അല്ല ഈ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോണത് മാത്രം ശ്രദ്ധിക്കരുത്. വി ഹാവ് ദ ഇറിറ്റേഷൻ that about English grammar, but we use this grammar with sentences. We have the idea, we have to enjoy the meaning of the sentence, then we can learn English, we can speaking. But only the law of the language that makes irritation bigger. Elephant is bigger than a lion. Biggest. Elephant is the biggest animal in a forest. Elephant is the biggest animal. Biggest. Hot. That is a hot region. That is a hot region. ചൂടുള്ള മേഖല. That is hotter than Saudi Arabia. That is hotter than Saudi Arabia. സൗദി അറേബ്യയേക്കാൾ ചൂട് പിടിച്ച റീജിയൻ. ഹോട്ടർ, ഡബിൾ ടി. ദാറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് റീജിയൻ ഇൻ ദ വേൾഡ്. ദാറ്റ് ഈസ് ഹോട്ടസ്റ്റ്, ഏറ്റവും ചൂട് കൂടി. ഹോട്ടസ്റ്റ്. അവിടെ എന്താണ്? ഇത്തരം ചില വാക്കുകൾ വരുന്നിടത്തൊക്കെ രണ്ടക്ഷരങ്ങൾ കൂട്ടണം എന്നുള്ള. തിൻ. I have a thin skin. I have a thin skin. എനിക്ക് കട്ടി കുറഞ്ഞ തൊലിയാണ്. My skin is thinner than you. My skin is thinner than you. എൻ്റെ തൊലി നിന്നേക്കാൾ കട്ടി കുറഞ്ഞതാണ്. അവിടെ രണ്ട് എന്ന്. thinnest. I have thinnest skin. I have the thinnest skin. എനിക്ക് ഏറ്റവും കട്ടി കുറഞ്ഞ തൊലിയാണുള്ളത്. Sad. It is sad.
That bird is sad. It is sadder than. It is sadder than its mate. It is sadder than its mate. അതിൻ്റെ സ്നേഹിതയേക്കാൾ സാഡറാണ്, കുറച്ചുകൂടി ദുഃഖിതയാണ്. സാഡർ, ഡബിൾ ഡി. സാഡസ്റ്റ്. It is the saddest bird in the nest. കൂട്ടിലെ ഏറ്റവും ദുഃഖിതയായ പക്ഷിയാണ് സാഡസ്റ്റ്, ഡബിൾ ഡി. ഫാറ്റ്. He's a fat man. നല്ല തടിയുള്ള മനുഷ്യനാണ്. He's fatter than his mother. 2 T കൂട്ടി. ഫാറ്റർ എന്നുള്ള കമ്പാരിറ്റീവ് 2 T കൂട്ടുക. ഫാറ്റർ ദെൻ ഹിസ് മദർ, അമ്മയേക്കാൾ തടിയുള്ള. ഹിസ് ദ ഫാറ്റസ്റ്റ് മെമ്പർ ഇൻ ഹിസ് ഫാമിലി. ടി, ഡബിൾ ടി. അപ്പം ഇത്തരം സംഗതികൾ വരുമ്പോൾ അവിടെ നമ്മളെന്ത് ഉപയോഗിക്കണം? അവസാനത്തെ അക്ഷരത്തെ ഇരട്ടിപ്പിക്കണം എന്നാണ് നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ടത്. മനസ്സിലായി? അതേപോലെ ഇംഗ്ലീഷിൽ ചില ഉണ്ട്. ഇത് 2 സിലബിൾ വാക്കുകളാണ്, ഡബിൾ സിലബിൾ വാക്കുകളാണ്. ഇവയെ നമുക്ക് ഈ 2 രീതിയിലും ഉപയോഗിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. ഹിസ് പൊളൈറ്റ്, അദ്ദേഹം മര്യാദയുള്ള. ഹിസ് പൊളൈറ്റർ ദാൻ ഹിസ് ബ്രദർ, സഹോദരനേക്കാൾ മര്യാദയുള്ളതാണ്. ഹിസ് ദ പൊളൈറ്റസ്റ്റ് മെമ്പർ ഇൻ ഹിസ് ഫാമിലി, കുടുംബത്തിലെ ഏറ്റവും മര്യാദയുള്ളത്. എന്താണ് ഇവിടെ? ആറ് ഉപയോഗിക്കുക, എസ്റ്റ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ മോറും മോസ്റ്റ് ഉപയോഗിക്കുക. ഹിസ് മോർ പൊളൈറ്റ് ദാൻ ഹിസ് ബ്രദർ. ഹിസ് ദ മോസ്റ്റ് പൊളൈറ്റ് മെമ്പർ ഇൻ ഹിസ് ഫാമിലി. രണ്ടും ഉപയോഗിക്കാൻ പറ്റിയ പദം ക്രൂവലർ. Cruelest, he is cruel. He is crueler than his friend. He is the cruelest member in that group. He is more cruel. He is the most cruelest man in that gang. രണ്ടും ഉപയോഗിക്കുക. Simple. It is simple. It is simpler than that. അതിനേക്കാൾ ലളിതമാണ്. It is the simplest way. അതാണ് ഏറ്റവും ലളിതമായ മാർഗം, വഴി. അപ്പോൾ it is, അതേപോലെ എന്ത് ഉപയോഗിക്കുക? It is more simple. It is the most simple way. രണ്ടും ഉപയോഗിക്കുക. Common. It is common. It is commoner than that. It is the commonest method in that society. അങ്ങനെ ഉപയോഗിക്കും. ആ സമൂഹത്തിലെ ഏറ്റവും സാധാരണമായ രീതിയാണ്. എന്താണ്? ഇറ്റ് ഈസ് കോമൺ. ഇറ്റ് ഈസ് മോർ കോമൺ ദാൻ ദാറ്റ് റിച്വൽ. ആ ചടങ്ങിനേക്കാൾ ഏറ്റവും കുറച്ചുകൂടി കോമൺ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഇൻ ദാറ്റ് സൊസൈറ്റി. ആ സമൂഹത്തിലെ ഏറ്റവും സാധാരണമായ രീതിയാണ്. ഫീബിൾ. ഹിസ് എ ഫീബിൾ മാൻ, മെലിഞ്ഞ മനുഷ്യൻ. ഹിസ് ഫീബിളർ ദാൻ ഹിസ് ഫാദർ, അച്ഛനേക്കാൾ മെലിഞ്ഞ ആൾ. ഹിസ് ദ ഫീബിളസ്റ്റ് മാൻ ഇൻ ഹിസ് ഫാമിലി, കുടുംബത്തിലെ ഏറ്റവും മെലിഞ്ഞ മനുഷ്യൻ. അവിടെ എന്താണ് ഫീബിളിൻ്റെ ഒപ്പം? ഫീബിൾ 2 സിലബിളാണുള്ളെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കുക? ഹിസ് മോർ ഫീബിൾ ദാൻ. സോ ഹിസ് ദ മോസ്റ്റ് ഫീബിൾ മാൻ ഇൻ ദാറ്റ് സൊസൈറ്റി. ഹാൻസം. ഹാൻസം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത് എന്നാണ്. ഹീസ് ഹാൻസം, നല്ല ഭംഗിയുള്ള ആളാണ്. ഹീസ് ഹാൻസമർ ദാൻ ഹിസ് ബ്രദർ. ഹീസ് ദ ഹാൻസമസ്റ്റ് ബോയ് ഇൻ ദാറ്റ് ഫാമിലി.
ആ കുടുംബത്തിലെ ഭംഗിയുള്ളത്. ഈ ഹാൻസം എന്നുള്ളതിന് നമുക്ക് മോർ ഹാൻസം. ഹിസ് മോർ ഹാൻസം. ഹിസ് ദ മോസ്റ്റ് ഹാൻസം ബോയ് ഇൻ ദാറ്റ് ഫാമിലി ഉപയോഗിക്കും. എ ജെൻറ്റിൽ ബ്രീസ്. എ ജെൻറ്റിൽ ബ്രീസ് പോസിറ്റീവ്, നല്ല സുഖമുള്ള കാറ്റ്. ഇറ്റ് ഈസ് ജെൻറ്റ്ലർ ദാൻ വിൻഡ്. കാറ്റിനേക്കാൾ സുഖമുള്ളതാണ് ബ്രീസ്. ഇറ്റ് ഈസ് ദ ജെൻറ്റ്ലസ്റ്റ് ബ്രീസ്. ഏറ്റവും സുന്ദരമായ കാറ്റാണ്. അപ്പോൾ നമുക്ക് മോർ ജെൻറ്റിൽ. ഇറ്റ് ഈസ് ജെൻറ്റിൽ. ഇറ്റ് ഈസ് മോർ ജെൻറ്റിൽ. The breeze is more gentle. It is the most gentle breeze. It is the ഏറ്റവും സുന്ദരമായ കാറ്റ്. അതേപോലെ pleasant. I am pleasant. I am pleasanter than him. സന്തോഷമുള്ള ആൾ. I am pleasant. അദ്ദേഹത്തെക്കാൾ സന്തോഷം. I am the pleasantest man in my family. എൻ്റെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി. ഇത് നമ്മളെന്താ മോർ ഉപയോഗിക്കുക. പ്ലസൻറ്റ്. ഐ ആം പ്ലസൻറ്റ്. ഐ ആം മോർ പ്ലസൻറ്റ്. കുറച്ചുകൂടി സന്തോഷമുള്ള ദാൻ എനി അതർ മെമ്പർ ഇൻ മൈ ഫാമിലി. ഐ ആം ദ മോസ്റ്റ് പ്ലസൻറ്റ് മാൻ ഇൻ മൈ ഫാമിലി. ഐ ആം ദ മോസ്റ്റ് പ്ലസൻറ്റ് മാൻ ഇൻ മൈ. First of all, I told you these are the laws of English. Here we have to double the final word. Then we can use both rules in this the words like this. Okay? അപ്പോൾ ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൻ്റെ വളരെ കീനായിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ നല്ല പഠിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഞാനത് ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്കും അത് കൂടുതൽ തറവാകുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും അത് തറവായിട്ട് നല്ല മനസ്സിലേക്ക് ഇറങ്ങി ഇറ്റ് മേ ബി come in deeply into our mind, penetrate into our mind, then we can speak English. I think that it is very useful for you to learn English. ഒക്കെ ശരിയായ രീതിയിൽ പഠിക്കുക. I conclude my word. Almighty God may bless you. Okay.